നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വ്യസനപരവശയായി പള്ളിമഞ്ചത്തെ അഭയം പ്രാപിച്ചിരിക്കുന്ന മഹീപാലകന്റെ സമീപത്തിൽ പുത്രശോകാർത്തയായിരുന്നു കരയുന്ന കൗസല്യാദേവി പറഞ്ഞു. വ്യാക്രതുല്യനായ മകനിൽ ചതിവിഷം ഒഴിച്ച കൈകേയി സന്തോഷിച്ച് വളയഴിച്ച പെൺപാമ്പിനെ പോലെ ലാത്തുകയാണ്. ഉണ്ണിയെ കാട്ടിലേക്ക് അയക്കുന്ന ആഗ്രഹമെല്ലാം കൈവന്ന കൈകേയി മഹാരാജപുത്രി വീട്ടിനുള്ളിലെ ക്രൂരസർപ്പം പോലെ എന്നെ കിടുകിട വിറപ്പിക്കും. ഓമനക്കുട്ടിയെ ഒരു ഭൃത്യനാക്കിയിരുന്നുവെങ്കിൽ തെരുവിൽ നടന്ന് ഭിക്ഷ യാചിച്ച് ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ താമസിച്ചേനെ. അമാവാസിയുടെ ഹോതാവിനെ പോലെ കൈകേയി നമ്മുടെ കുമാരനെ ഒരു രക്ഷസാക്കി സ്ഥാനച്യുതി വരുത്തി. സഹധർമ്മിണിയോടും കുമാര ലക്ഷ്മണനോടും കൂടി ധനുർധരനും ഗജേന്ദ്ര തുല്യഗമനനും മഹാനുഭാവുമായ രാമൻ ഇപ്പോൾ വനത്തിൽ എത്തിയിരിക്കുമോ? കാനനത്തിലെ ദുഃഖം എന്താണെന്ന് അറിയാത്ത കുട്ടികളെ കൈകേയിയുടെ വാക്കനുസരിച്ച് അവിടുന്ന് അയച്ചുവല്ലോ. കാട്ടിൽ താമസിക്കുവാൻ അയച്ച അവർക്ക് മറ്റെന്തൊരു നിലയാണ് ഉണ്ടാവുക? ഫലം സിദ്ധിക്കേണ്ട കാലത്തായി. തരുണന്മാരായ അവരെ നിർധനരാക്കി പരിത്യജിക്കൽ. സാധു കുട്ടികൾ കായും കനിയും തിന്ന് എങ്ങനെ ദിവസം കഴിക്കും? സഹധർമ്മിണിയോടും ആത്മതുല്യനായ അനുജനോടും കൂടിയ രാമനെ എന്നാണ് എനിക്ക് കാണുവാൻ സാധിക്കുക? ഇന്ന് തന്നെ സാധിച്ചിരുന്നുവെങ്കിൽ. നമ്മുടെ കുട്ടികൾ വരുന്നുണ്ടെന്നറിഞ്ഞ അയോധ്യാനഗരി ആഹ്ലാദ തള്ളലോടെ സർവത്ര കൊടിനാട്ടി എന്ന് അലങ്കരിക്കും. പശുവിനെ പോലെയുള്ള സീതയെ തേരിൽ മുൻനിർത്തി മതവൃഷഭ തുല്യനായ രാമനും ലക്ഷ്മണനും വന്നു ചേർന്ന് കടലിലെ വേലിയേറ്റം പോലെ പുരവാസികളെ എന്ന് ആനന്ദിപ്പിക്കും. ശത്രുനാശകരായ കുട്ടികൾ കൊട്ടാരത്തിലേക്ക് രാജവീതിയിൽ കൂടി വരുമ്പോൾ ആയിരം ആളുകൾ പുഷ്പവർഷം ചെയ്യുക എന്നാണ്. ഗിരിശൃംഗ തുല്യരായ കുമാരന്മാർ കുണ്ഡലാദി ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് മഹാധനുസും നിശിത ഖഡ്ഗവുമേന്തി അയോധ്യയിലേക്ക് വരുന്നത് ഞാൻ എന്ന് കാണും? കന്യകമാർ പുഷ്പങ്ങളും പഴങ്ങളും വിപ്രവര്യന്മാർക്ക് കൊടുത്ത് സസന്തോഷം ഈ പുരിയെ വലം വയ്ക്കുന്നത് കാണുവാൻ എന്നാണ് സാധിക്കുക? ബുദ്ധി കൊണ്ട് വൃദ്ധൻ, വയസ്സുകൊണ്ട് അമരതുല്യൻ, 3 വയസ്സായ കുട്ടിയെപ്പോലെ ലാളിക്കപ്പെടുന്നവൻ ധാർമ്മികവരനായ രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് വരുന്നത് എന്ന് കാണും? ബുദ്ധിവിഹീനയും ദുഷ്ടയുമായ ഞാൻ പൂർവ്വജന്മത്തിൽ കൊതിയാർന്ന കുഞ്ഞുങ്ങൾ അമ്മമാരുടെ മടിത്തട്ടിൽ എത്തുമ്പോഴേക്ക് നിർദ്ധയം മുലകൾ അരഞ്ഞു കളഞ്ഞിരിക്കണം. അതുകൊണ്ടായിരിക്കും സിംഹിയെപ്പോലെ കൈകേയി ഇങ്ങനെ ആക്കിയത്. സർവഗുണസമ്പന്നനും ശാസ്ത്രജ്ഞനുമായ ഉണ്ണിയെ ഒരേ ഒരു തനയൻ മാത്രമുള്ള എനിക്ക് വേർപിരിഞ്ഞ് ജീവിക്കുവാൻ സാധ്യമല്ല. പുത്രശോകാഗ്നി ക്രമത്തിൽ ആളിക്കത്തി എന്നെ ദഹിപ്പിക്കുന്നു. കൊടും വേനലിൽ ഉഗ്രകിരണങ്ങളാൽ പാർത്തലത്തെ സൂര്യൻ വരട്ടുന്നത് പോലെ പുത്രവിയോഗ ദുഃഖം എന്നെ തപിപ്പിക്കുന്നു. ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരിക്കുന്നവളും സ്ത്രീരത്നവുമായ കൗസല്യാദേവിയോട് ധർമ്മത്തിൽ അടിപതറാതെ സ്ഥിതി ചെയ്യുന്ന സുമിത്രാദേവി ധർമ്മയുക്ത വാക്കുകൾ പറഞ്ഞു. ജ്യേഷ്ഠത്തി, സർവഗുണസമ്പന്നനായ പുരുഷോത്തമനാണ് ഉണ്ണി. ഇങ്ങനെ കണ്ണീർ പൊഴിക്കുന്നതും കരയുന്നതും എന്തിനാണ്? മഹാത്മാവായ പിതാവിൻ്റെ വാക്ക് സത്യമാക്കുവാനല്ലേ അമേയ ബലവാനായ രഘുനന്ദനൻ നാടുവിട്ടത്? സജ്ജനങ്ങൾ ആദരിക്കുന്നതും സ്വർഗപ്രദവുമായ ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്ന രാമനെക്കുറിച്ച് ദുഃഖിക്കുകയോ? ഉത്തമോത്തമമായ സഹോദര ശുശ്രൂഷ ചെയ്യുവാൻ സ്വയം തയ്യാറായ ലക്ഷ്മണൻ സർവദാ ദയാശീലനാണ്. ധീരനായ അവൻ തികഞ്ഞ സന്തോഷത്തോടെ അഗ്രജനെ അനുഗമിച്ചു. സുഖജീവിതത്തിന് സദാ അർഹയായ സീത വനവാസ ദുഃഖം മുഴുവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ജീവനാഥനെ പിന്തുടർന്നു. സത്യവും ധർമ്മവുമാണ് രാമന്റെ അനശ്വരധനം. സത്കീർത്തിയാകുന്ന കൊടിക്കൂറ പാരിടത്തിൽ പറപ്പിക്കുന്ന ആ പ്രഭുവിന് ജ്യേഷ്ഠത്തിയുടെ ആത്മജന് എന്തു തന്നെ സിദ്ധിക്കില്ലേ? ഉണ്ണിയുടെ ശുദ്ധിയും ഉത്തമ മാഹാത്മ്യവും അറിയുന്ന ഭാസ്കരദേവൻ ആ ശരീരത്തെ ഉഷ്ണകിരണങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കുകയില്ല. മിത ശീതോഷ്ണങ്ങളോടുകൂടിയ മന്ദമാരുതൻ എക്കാലവും രാമനെ കാട്ടിൽ സേവിക്കാതിരിക്കുകയില്ല. രാത്രിയിൽ പള്ളി കൊള്ളുന്ന രാമനെ പ്രിയ പിതാവ് സസ്നേഹം ആലിംഗനം ചെയ്യുന്നത് പോലെ ചന്ദ്രൻ നിർമ്മല രശ്മികളെ കൊണ്ട് മൃദുവായി തടവി ആഹ്ലാദിപ്പിക്കും. തിമിതോജസുതനെ ദാനവേന്ദ്രനായ ശംഭരനെ നിഗ്രഹിച്ചതു കണ്ട് ബ്രഹ്മാവ് തേജസ്വിയായ ഏതൊരാൾക്കാണോ ദിവ്യാസ്ത്രങ്ങൾ ദാനം ചെയ്തത് ആ ശൂരനായ പുരുഷസിംഹം ഭുജബല പരാക്രമത്താൽ നിർഭയനായി വീട്ടിലെന്ന പോലെ കാട്ടിൽ വസിക്കും. നേരിട്ട് വരുന്ന അരികളെ മുഴുവൻ ഏതൊരാളുടെ ബാണങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിവുണ്ടോ? ഈ ഭൂതലമാകെ ആർക്കാണോ
ചൊൽക്കീഴിൽ അനായാസമായി നിർത്തുവാൻ കഴിയുന്നത് ആ രാമൻ്റെ കരുത്തും ശൗര്യവും ശ്രീയും ആലോചിച്ചാൽ വനവാസം കഴിഞ്ഞ് അയോധ്യ രാജ്യം പരിപാലിക്കുകയില്ലെന്ന് സംശയിക്കുവാൻ വഴിയുണ്ടോ? സൂര്യൻ്റെ സൂര്യൻ, അഗ്നിയുടെ അഗ്നി, പ്രഭുവിൻ്റെ പ്രഭു, ശ്രീയുടെ ശ്രീ, കീർത്തിയുടെ കീർത്തി, ക്ഷമയുടെ ക്ഷമ, ദൈവങ്ങളുടെ ദൈവം, ഭൂതങ്ങളുടെ ഭൂതം, ഇതാണ് നമ്മുടെ ഉണ്ണി എന്ന ജ്യേഷ്ഠത്തി. ഇനിയെങ്കിലും മനസ്സിലാക്കണം. നാട്ടിലും അതേപോലെ കാട്ടിലും രാമന് അപായം എന്തെങ്കിലും ഉണ്ടാകുമോ? പുരുഷർഷഭനായ കുമാരൻ, ഭൂമി, സീത, ശ്രീ എന്നീ 3 പ്രേയസിമാരുമൊത്ത് സാമ്രാട്ടായി അജിരേണ സിംഹാസനത്തിലിരിക്കുന്നത് കാണാം. ഉണ്ണിയുടെ വിയോഗത്തിൽ അയോധ്യാവാസികളെല്ലാവരും കണ്ണീർ വാർക്കുന്നുണ്ട്. മരപുരി അണിഞ്ഞ് വനത്തിലേക്ക് പോകുന്ന ആ വീരവീരന്റെ പിന്നാലെ സീത എന്ന പേരിൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയുണ്ട്. ഒരു കൈയിൽ കുലച്ച വില്ലും മറ്റേ കൈയിൽ അജയ്യ ബാണവും അരയിൽ നിശിത ഖഡ്ഗവും ധരിച്ച് വീരശിഖാമണിയായ ലക്ഷ്മണൻ മുന്നിൽ. ജ്യേഷ്ഠത്തി, രാമന് ഈ ലോകത്തിൽ അസാധ്യമെന്നത് എന്തെങ്കിലുമുണ്ടോ? വനവാസം കഴിഞ്ഞ് സംതൃപ്തനായ രാമകുമാരൻ വരും. ദേവി, ശോകത്തെയും മോഹത്തെയും ത്യജിക്കൂ. ഞാൻ പറയുന്നത് അത്രയും സത്യം മാത്രമാണെന്ന് മനസ്സിലാക്കൂ. പൂർണ്ണ ചന്ദ്രോദയം എന്ന പോലെ രാമൻ വരും. ഈ ചരണങ്ങളിൽ നമസ്കരിക്കും. അഭിഷിക്തനായ രാമകുമാരൻ സ്വർണസിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്നത് കണ്ട് ആനന്ദ ബാഷ്പം ഉതിർക്കുവാൻ എൻ്റെ ജ്യേഷ്ഠത്തിക്ക് സാധിക്കും. ഉണ്ണിയെ ഓർത്ത് അഴലേതും ഉണ്ടാകരുത്. ഒരു തരത്തിലുള്ള അശുഭവും ഞാൻ അവനിൽ കാണുന്നില്ല. ശ്രീ സീതാലക്ഷ്മണ സംസേവിതനായ രഘുവീരനെ, ഓമന മകനെ ജ്യേഷ്ഠത്തി ഉടൻ കാണും. ജ്യേഷ്ഠത്തി, ഞങ്ങൾക്കെല്ലാം ആശ്വാസം തരേണ്ടത് ആരാണ്? പുണ്യവതിയായ ദേവി തന്നെ ഇങ്ങനെ വിലപിച്ചാൽ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് എന്തുതന്നെ വന്നാലും തെറ്റാത്ത രാമനാണ് ദേവിയുടെ ആത്മജൻ. സന്മാർഗ സ്ഥിതനായ രാമനിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടെന്താണ് ലോകത്തിലുള്ളത്? ജ്യേഷ്ഠത്തി, ദുഃഖത്തെ ഉപേക്ഷിക്കൂ. ഗുണവാരതിയായ പുത്രൻ പരിവാരങ്ങളോടൊന്നിച്ച് തൃക്കാൽക്കൽ വന്ദിക്കുമ്പോൾ ജ്യേഷ്ഠത്തി കാർമേഘ നിര ഗിരി എന്ന പോലെ സന്തോഷാശ്രുക്കൾ തൂകും. അയോധ്യ നഗരത്തിൽ തിരിച്ചെത്തിയ ആ വരദൻ നീണ്ട് ഉരുണ്ട പുഷ്പതുല്യ ബാഹുക്കൾ കൊണ്ട് ഈ പാദപത്മങ്ങളെ പിടിക്കും. പർവ്വത ശിഖരത്തിൽ മഴ പെയ്യുന്നതുപോലെ ആ ഉത്തമാംഗത്തിൽ ജ്യേഷ്ഠത്തി കണ്ണീർ പൊഴിക്കും. വാക്കുകളെ കൊണ്ട് ഉപചാരമേകുന്നതിൽ സമർത്ഥയും സുന്ദരീ തിലകവുമായ സുമിത്രാദേവി വിവിധങ്ങളായ വാക്യങ്ങളാൽ ശ്രീരാമചന്ദ്ര മാതാവിനെ ആശ്വസിപ്പിച്ചു. ശരൽക്കാലമേഘത്തിൽ നീരൊഴിയുന്നത് പോലെ മഹാറാണിയുടെ ശോകം ശരീരത്തിൽ ഒതുങ്ങി നശിച്ചു. ശേഷം ചരിതം അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.